നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ കുവൈറ്റിൽ തകർന്നു വീണ US യുദ്ധവിമാനത്തിലെ പൈലറ്റിന് നാട്ടുകാർ നൽകിയ സ്വീകരണം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ആകാശത്ത് വെച്ച് വിമാനം തകർക്കപ്പെട്ടിട്ടും പാരച്യൂട്ട് വഴി അത്ഭുതകരമായി താഴെയിറങ്ങിയ വനിതാ പൈലറ്റിനെ ചിരിച്ച മുഖത്തോടെയാണ് വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾ സുരക്ഷിതയാണ്, ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി എന്ന് നാട്ടുകാർ അവരോട് പറയുന്ന ദൃശ്യങ്ങൾ യുദ്ധത്തിന്റെ ഭീകരതയ്ക്കിടയിലും ലോകത്തിന് ആശ്വാസമാവുകയാണ്. തിങ്കളാഴ്ച 3 അമേരിക്കൻ F-15 യുദ്ധവിമാനങ്ങളാണ് കുവൈറ്റിൽ തകർന്നു വീണത്. അബദ്ധത്തിൽ സ്വന്തം സേനയുടെ തന്നെ വെടിയേറ്റാണ് വിമാനങ്ങൾ തകർന്നത് എന്നാണ് പ്രാഥമിക വിവരം. വിമാനത്തിലുണ്ടായിരുന്ന 6 ജീവനക്കാരും അപകടത്തിന് തൊട്ടുമുൻപ് സുരക്ഷിതമായി പുറത്തേക്ക് തെറിച്ചിരുന്നു. ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയതായി US സെൻട്രൽ കമാൻഡും അറിയിച്ചു. തകർന്നു വീഴുന്ന വിമാനത്തിൽ നിന്നും പാരച്യൂട്ടിൽ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങിയ പൈലറ്റിന് സഹായവുമായി നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിന് 30 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത്. സംഭവത്തിൽ കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിലാകെ കനത്ത യുദ്ധ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഖമേനിയുടെ വധം മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം ഇറാനിൽ 555 പേരും ഇസ്രയേലിൽ 11 പേരും ലെബനനിൽ 31 പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. യുദ്ധം അടുത്ത 4 മുതൽ അല്ലെങ്കിൽ 5 ആഴ്ച കൂടി തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചനകൾ. എന്തായാലും മേഖലയിലെ പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ്. പല ഗൾഫ് രാജ്യങ്ങളിലെയും വിമാനത്താവളങ്ങൾ അടച്ചതോടെ യാത്രക്കാരും ദുരിതത്തിലായി. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ മണ്ണിലേക്ക് അമേരിക്കൻ കരസേന അയക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ ഇറാന്റെ മണ്ണിൽ നേരിട്ട് സൈനിക ഇടപെടൽ നടത്താൻ മടിക്കില്ലെന്നും അടുത്ത വലിയ തരംഗം അഥവാ ശക്തമായ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനെ പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുകയാണ് ട്രംപ്. കരസേനയെ ഇറാനിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ന്യൂയോർക്ക് പോസ്റ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് മനസ്സ് തുറന്നത്. കരസേനയെ അയക്കില്ലെന്ന് എല്ലാ പ്രസിഡന്റുമാരും പറയുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല. ഒരുപക്ഷെ നമുക്ക് അവരുടെ ആവശ്യം വരില്ലായിരിക്കും, എന്നാൽ അത്യാവശ്യമെങ്കിൽ അവർ അവിടെ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. ഈ സൈനിക നീക്കത്തിന് അമേരിക്കൻ ജനതയുടെ ഇടയിൽ പിന്തുണ കുറവാണെന്ന സർവേ റിപ്പോർട്ടുകളെ താൻ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭ്രാന്തന്മാർ നയിക്കുന്ന ഇറാൻ എന്ന രാജ്യത്തിന് ആണവായുധം ലഭിക്കാൻ അനുവദിക്കില്ലെന്നും ഇത് ലോകത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഇതിനോടകം തന്നെ ഇറാൻ ഭരണകൂടത്തിന് വലിയ ആഘാതമേൽപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിന് പുറമെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെയും അമേരിക്ക വധിച്ചു. ഇറാന്റെ വ്യോമാതിർത്തിയിൽ തങ്ങൾ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചതായി ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ജനറൽ ജാൻ കെയ്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം മേഖലയിലാകെ ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണം നടത്തുകയാണ്. അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവയെല്ലാം തടയുന്നുണ്ടെങ്കിലും പ്രതിരോധ മിസൈലുകളുടെ ശേഖരം തീർന്നു പോകുമെന്ന ആശങ്ക അമേരിക്കൻ സൈനിക വൃത്തങ്ങൾക്കുമുണ്ട്.